കിളവന്റെ നോട്ടം കണ്ടോ? നോക്കട്ടെടി, നമ്മൾ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കണ്ണാടി കണ്ട് ആസ്വദിക്കാനാണോ? അല്ലല്ലോ. അവരുടെ നോട്ടവും വെള്ളമിറക്കലും ഒക്കെയാണ് മോളെ നമ്മുടെ സൗന്ദര്യത്തിന് കിട്ടുന്ന ട്രോഫി. നിന്റെ ഈ പോളിസിയൊക്കെ ഋഷിക്ക് ഇഷ്ടാവോ? എനിക്ക് സംശയോ. നോ ഡൗട്ട്. ഇവിടെ വൺ സൈഡ് വണ്ടി ഓടിക്കുക. എന്താ പറഞ്ഞേ? വൺ സൈഡോ? ഋഷി ഈസ് ബോൺ ഫോർ മീ. എനിക്ക് വേണ്ടി പിറന്നവനാ അവൻ. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അയ്യോ, അറിയാതെ പറ്റിപ്പോയതാ. രംബേ, രംഭ, നീ എന്തായി കാണിക്കുന്ന കുട്ടി? മുതിർന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇവൾ ചെയ്ത കണ്ടില്ലേ ഡാഡി? എന്റെ ദേഹത്താകെ വെള്ളം ഒഴിച്ചു. രംഭ, അത് മനഃപൂർവ്വം അല്ലെന്ന് നിനക്കറിയില്ലേ? എന്താ ഇവിടെ? ഇവൾ എന്റെ ദേഹത്തെ വെള്ളം തെറിപ്പിച്ചു മമ്മി. മനഃപൂർവ്വ. നീ കേറിപ്പോ. മോൻ ചെന്ന് കുളിക്ക്. മേനക, മക്കള് തെറ്റ് ചെയ്താൽ ശാസിക്കണം. അമ്മയ്ക്ക് അങ്ങനെ ഒരു ചുമതലയുണ്ട്. ലാളിച്ച് ലാളിച്ച് ഒന്നിനും കൊള്ളാതാക്കി. തോന്നും. എല്ലാം തികഞ്ഞ പേരക്കുട്ടി വരാൻ അകത്ത് പൂജ നടത്തുക നിങ്ങളുടെ അമ്മ. അപ്പോ നിങ്ങൾ അമ്മയ്ക്കും മകനും എന്നെ മോളെയും പിടിക്കില്ല. അവനും പപ്പനും ഫസ്റ്റ് പാസ്സായി. അവൻ ഞാൻ സ്കൂളിൽ ഫസ്റ്റ്. അയ്യോ അയ്യോ, എന്റെ ആട്ടുകുട്ടി. അയ്യോ അയ്യോ, എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ആട്ടുംകുട്ടിയാ. നമുക്ക് പോവാം. ഏയ്, അത് ശരിയല്ല. ഭഗവാനെ, എന്ത് ഭഗവാ മക്കളെ നിങ്ങളീ കാണിച്ചേ? വിവരമില്ലാത്ത ആൾക്കാരാ. തേജ പറഞ്ഞതാ ശരി. വാ, നമുക്ക് പോവാം. വണ്ടി എടുക്ക. നിങ്ങളെ വിടൂല്ലടി മഹാഭാവികളെ. പോവരുത്, അവിടെ നിക്ക്. അയ്യോ, എന്റെ ആട്ടുകുട്ടി. അയ്യോ അയ്യോ, എന്റെ ആടിനെ ഇനി എന്ത് ചെയ്യും? എന്താ ജനകമ്മേ? നോക്കു മോളെ, എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ആട്ടിൻ കുഞ്ഞ. ഞാൻ ആടിനെ ഇല പറിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു മോളെ. ഇത് പുല്ല് നിന്നോണ്ട് നിൽക്കായിരുന്നു. എവിടുന്നോ വന്നൊരു കാറ്. ആ വന്ന കാറ് ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയി. വിളിച്ചിട്ട് നിന്നില്ല മോളെ. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ആഹാ, എന്നാ അവര് നമ്മുടെ ഗ്രാമം വിട്ടു പോവില്ല. ഇതിനെ ഒന്ന് പിടിച്ചടിയേ, ഞാനിവിടെ പോയിട്ട് വരാം. നീ എന്താടി ചാവാൻ ഇറങ്ങിയതാണോ? നീ എന്താ കൊല്ലാൻ ഇറങ്ങിയതാണോ?
ആട്ടുംകുട്ടി ഇടിച്ചിട്ട് ഒന്ന് നിർത്താനുള്ള മര്യാദ കൂടിയില്ലേ നിനക്ക്? ആട്ടുംകുട്ടി ഇടിച്ചോ? ആര്? നിങ്ങൾ തന്നെ. ഏതാടിന്റെ കാര്യ നീ പറയുന്നത്? ഞങ്ങളൊരാടിനെയും തട്ടിയിട്ടില്ല. ആ, തെളിയിച്ചേരട്ടെ ഞാൻ. ആ പാവൻ ജാനകിയമ്മയെ വിളിച്ചോണ്ട് വരട്ടെ. മോളെ മോളെ ആ ജാനകിയമ്മേ, ഈ വണ്ടി തന്നെയല്ലേ ഇടിച്ചത്? അതെ, ഇത് തന്നെയാ. ഇവരൊക്കെ തന്നെയാ. റോഡേ വണ്ടികൾക്ക് പോവാനുള്ളതാ. വീട്ടുമൃഗങ്ങളെ അഴിച്ചുവിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ് നീ പറഞ്ഞേ? പോ തള്ളേ. നിന്റെ ഒരു കാറ്. ദേ, നിനക്ക് ഞാൻ ആരെന്ന് അറിയില്ല. ഛെ. എടി കേറി വാടോ. എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ടീമിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലയിലാണ് ഇതാ നമ്മുടെ അടുത്തൊരാളെ കൂടി ആ പെൺപട പിടിച്ചിരുന്ന കാഴ്ച. താൻ വരുന്നില്ലേ? കാഴ്ചയാണ് സുഹൃത്തുക്കളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എടോ താൻ വരുന്നില്ലേ? അതിൽ പിടിച്ച് കേറി വാ. കേൾക്കോ? മുറുക്ക് പിടിക്ക്. വാ. താനൊന്നും ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും മത്സരം കഴിയും. താനൊന്ന് മാറ്, എനിക്ക് സംസാരിക്കാൻ അത് സമയമില്ല. തന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? തനിക്ക് കൃത്യസമയത്ത് അവിടെ എത്തണം. എന്നാ വാ, ഞാൻ കൊണ്ടാക്കാം. കേറടോ.